മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽ മാരാർ. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇതിലാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽ മാരാരെ. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അഖിൽ തീരെ ഇഷ്ടമില്ല. ആളെന്ന് വടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരുത്തൻ. അവനെ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ് ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർഥ്യമുള്ള ചെറുപ്പക്കാരൻ, പക്ഷെ ഇങ്ങനെ ഒരു കൂലിവേലക്കാരനെ പോലെ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അപ്പൊ വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ. ഇല്ല, ചുമ്മാതാ. ഒരു ഭയങ്കര അഭിനേതാവാ, പക്ഷെ സിനിമയിലുണ്ട് അഭിനയിച്ചത് പറ്റുകയും അല്ലാതെ അഭിനയിക്കാൻ മിടുക്കനാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ അന്ന് അവിടെ വെച്ച് പറയുകയും ചെയ്തു നല്ല മിടുക്കനാന്നൊക്കെ. പിന്നെ അങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് പുതിയ ആൾക്കാര് കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവൻ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്. കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ആണല്ലോ. മോഹൻലാലിന്റെ പടത്തിൽ ഡയറക്ട് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവന്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് എല്ലാം ചോദിച്ചു നോക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങൾ. ഒന്നും അന്വേഷിക്കണ്ട. ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യം സാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനാണ് പറ്റിയാണ്. അങ്ങനെയൊക്കെ പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പാവം കൊച്ചൻ ജീവിച്ചു പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം. പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ. നമ്മളത് കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.